ഹലോ ഓൾ, വെൽക്കം ടു മിനിമലിസ്റ്റ് ട്രാഫു ബൈ ശ്രീദേവി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ദോശയായിട്ടാണ്. ഇതെന്ന് പറയുന്നത് മില്ലറ്റ് ദോശയാണ്. നമ്മളെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകരിക്കും ഈ ഒരു ദോശ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് കറുമുറു ദോശ എന്നാണ് ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് പറയാറുള്ളത്. കറുമുറു ദോശയും നല്ലെണ്ണയും പൊടിയും ചേർത്ത് ഒരു പിടി പിടിച്ചാൽ എന്നുള്ള ഒരു ടോക്കാണ് നമ്മുടെ പാലക്കാടൻ ഭാഷയിലുള്ളത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും ഇതൊന്ന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള കുറച്ച് ധാന്യങ്ങൾ. ഇതിപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ധാന്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ധാന്യങ്ങളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഇഡ്ഡലി റൈസ്. ഇത് ഇഡ്ഡലി റൈസാണ്. എല്ലാവിടെയും നമുക്ക് കണ്ടുവരുന്ന ഇഡ്ഡലിക്കൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ അവിടെ എല്ലാവിടെയും അവൈലബിളാണ് ഇഡ്ഡലി റൈസ്. ഇത് നമ്മുടെ ബോയിൽഡ് റൈസ്, സാധാ പുഴുങ്ങലരി. ഇത് നമ്മുടെ കടല, ബ്ലാക്ക് കളർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ചെറിയ കടലയാണെങ്കിൽ അത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു കടല, ചെറുപയർ, തുവരപ്പരിപ്പ്, ഉഴുന്ന്. ചിലവരുടെ ഉണ്ട ഉഴുന്നായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ പൊടി ഉഴുന്നാണ്. ഇതാണേലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഉലുവ. ഇത് നമ്മുടെ റെഡ് പരിപ്പ്, ചുവന്ന പരിപ്പ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണേൽ ചെറിയ കടല ഉപയോഗിക്കാം, പിന്നെ ഉണക്കപ്പരിപ്പ് ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ധാന്യങ്ങൾ കൂട്ടണോ അത്രയും സ്വാദ് തന്നെയാണ് നമ്മുടെ ഈ വെറൈറ്റി ദോശ. അപ്പോൾ നമുക്ക് ഈ ദോശയിലോട്ട് ജസ്റ്റ് ഞാൻ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ, ഇതിപ്പം ഞാൻ 2 പേർക്ക് 2 നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എൻ്റെ കണക്കെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഗ്ലാസിൻ്റെ 2 ഗ്ലാസും കൂടെ ചേർന്ന് വരുന്നൊരു നോർമൽ സ്റ്റീൽ ഗ്ലാസ്സാണ്. ഇതിൽ ഞാൻ ഈ ക്വാണ്ടിറ്റി ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അളവുകൾ എടുത്തത്. ഇപ്പം ഞാൻ ബോയിൽഡ് റൈസ് എടുത്തത് ജസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ കപ്പാണ്. അതേ അളവ് തന്നെയാണ് ഞാൻ ഇഡ്ഡലി റൈസ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ഇതിൻ്റെ 1/4 എന്നുള്ള പോർഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. കടല, ചെറുപയർ, തോരപ്പരിപ്പ്, ഉഴുന്ന് ആൻഡ് റെഡ് പരിപ്പ്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 സ്പൂൺ ഉലുവ, 2-3 സ്പൂൺ. ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ആ അളവിലാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇതിനെ എല്ലാം കൂടെ നമ്മുടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എല്ലാം ജസ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് നല്ല പോലെ ഒരു 4 to 5 ടൈംസ് ഞാൻ നല്ല പോലെ ക്ലീൻ ചെയ്തു, നല്ല കഴുകി കുറച്ച് വെള്ളം നിറച്ച് ഞാനിതിന്നിപ്പോൾ ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഏർലി മോർണിംഗ് എണീറ്റതിന് ശേഷം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ ചുടാൻ പറ്റുന്നൊരു ദോശയാണ്. സോ നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്നതിലോട്ടും എങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലോട്ട് നമുക്ക് പോകാം. സോ ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച മാവ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് സ്മൂത്തായിട്ടല്ല ഞാൻ അരച്ചിരിക്കുന്നത്, കുറച്ചൊരു തരി പോലെയാണ് അരച്ചത്. അതാണ് ഈ ദോശയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് തന്നെ. ഇത് ഇത്രയും കണ്ട മില്ലറ്റ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്മൂത്തായിട്ട് നമ്മൾ അരയ്ക്കാതെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു. മീൻസ് ജസ്റ്റ് ഒന്ന് കറക്കി, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഞാൻ മിക്സറിലാണ് ചെയ്തത്. ഇതെൻ്റെ സ്മോൾ പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് ഈ ദോശയുടെ പ്രത്യേകത. ഞാനൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്.
അതിൽ ഇങ്ങനെ ഈ ഒരു സൈസിൽ ഒരു പകുതി വെല്ലുള്ളി എടുത്തു. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു 10-12 ചെറിയുള്ളി എടുക്കുക. പിന്നെ നമ്മുടെ സാദാ ജീരകം ഇട്ടിട്ടുണ്ട്. സാദാ ജീരകം എന്ന് പറയുന്നത് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഞാൻ സാദാ ജീരകം ഇട്ടു. ഒരു 2 ടീസ്പൂൺ ഞാൻ പച്ചക്കുരുമുളക് ഇട്ടു. പിന്നെ ഇത്രയും നമ്മൾ കപ്പലമുളക് ഇതും കൂടെ ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ചെറിയ മിക്സറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനപ്പം ഇത്ര നേരത്തെ മുമ്പെടുത്ത ഇൻഗ്രീഡിയൻസ് ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആ മാവിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ആ മിക്സ് എല്ലാം കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാൻ എനിക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചുടാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് മിക്സറിൽ അടിച്ചു, അതും കൂടെ ആഡ് ചെയ്തു, ആവശ്യത്തിന് ഉപ്പിട്ടു. അതിന് പുറമെ കുറച്ച് കറിവേപ്പില അങ്ങനെ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചതും കൂടെ ഇതിൽ ആഡ് ചെയ്യും. ഇതും ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ദോശയിൽ ഇങ്ങനെ ഈ ഒരു കറിവേപ്പിലയുടെ. ശരിക്കും നേരത്തെ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ കൂടി ഇടാം, പക്ഷെ എന്നാലും ഈ ഒരു കറിവേപ്പില ഇങ്ങനെ കിടക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്. ഓക്കെ, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താം. അപ്പം ഈ ഒരു ദോശ ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കിതിപ്പം ചുട്ടെടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ദോശ ചൂടാം. ദോശ ഇപ്പം ഞാൻ പാന് ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സാധാ ദോശ ചുടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചുടാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയൊരു പശപ്പശക്കൊക്കെ ഉണ്ടാവും. നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു ദോശയുടെ വലുപ്പത്തിൽ അങ്ങനെ ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യണം. പോരാത്തോടെയൊക്കെ മാവ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം. നമ്മളെല്ലാവടെയും ഒന്ന് പാരലാക്കി ജസ്റ്റ് ഒന്ന് വിടുകയാണ്. പാരലാക്കി വിടാം. ശേഷം നമുക്ക് കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ അത് യൂസ് ചെയ്യാം. ഗീ യൂസ് ചെയ്യാം, എന്ത് വേണേലും യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നല്ലത് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ദോശയ്ക്ക്. ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ അറിയാൻ പറ്റും. ഈ ദോശ ഇതിൽ കിടന്ന് കുറച്ച് നേരം നല്ല രീതിയിൽ കിടന്ന് മൊരിയണം. എത്രയും മൊരിയണോ അത്രയും ഈ ദോശയ്ക്ക് അത്രയും ടേസ്റ്റാണ്. എത്രയും ക്രിസ്പിനെസ് ഉണ്ടാവണോ അത്രയും ക്രിസ്പിനെസ് കൂടുന്തോറും ദോശയ്ക്കുള്ള ടേസ്റ്റും കൂടും. ഓക്കെ, ഏകദേശം ഒന്ന് മുരിഞ്ഞു എന്നുള്ള രീതിയിൽ വരുമ്പം നമുക്കിതിനെ തിരിച്ചിടാം. ഓക്കെ, നമ്മുടെ ദോശ അപ്പം ഞാൻ തിരിച്ചിട്ട് നോക്കാം. ഈ സൈഡൊക്കെ കുറച്ച് ബ്രൗൺ കളറായി. നമുക്ക് ദോശയൊന്ന് മറിച്ചിടാം. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ദോശ ഏകദേശം ആവും. രണ്ട് സൈഡും നല്ല രീതിയിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് അതൊന്ന് മുരിഞ്ഞ് വരണം. എന്നാലേ ആ ദോശയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ദോശ നമ്മൾ ചുടാൻ പോവാണ്. കറുമുറു ദോശ അല്ലെങ്കിൽ അടദോശ, നമ്മൾ പാലക്കാട് ഭാഗത്ത് കറുമുറു ദോശ എന്ന് പറയുന്നു, വേറെ പല ഭാഗങ്ങളിൽ അടദോശ എന്ന് പറയുന്ന മില്ലറ്റ് ദോശ അല്ലെങ്കിൽ വെറൈറ്റി ദോശ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും എളുപ്പത്തിലും അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ഒബിയസ്ലി ഇങ്ങനത്തെ ഒരു കട്ട് ചട്നിയാണ്. ഞാനിവിടെ ഈ ചട്നി എന്ന് പറയുമ്പോൾ ജസ്റ്റ് തേങ്ങ, പൊരികടല, പച്ചമുളക്, കറിവേപ്പില, ഒരു നുള്ളി ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളമൊഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കട്ട് ചട്നി എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്. ഇത് കൂട്ടിക്കഴിക്കാം, പഞ്ചസാര കൂട്ടിക്കഴിക്കാം, എല്ലാം ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള ഒരു ദോശ തന്നെയാണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ മിനിമലിസ്റ്റ് റാഫൂൻ്റെ വെറൈറ്റി ദോശയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.